ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം യൂട്യൂബ് ചാനൽ റീച്ചായി, അത് നിങ്ങൾ കാരണമാണ് റീച്ചായത്. മാത്രമല്ല ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഒരുപാട് ഇന്നലെ രാത്രി 12 മണി മുതൽ ഒരുപാട് വിഷസ് എനിക്ക് വന്നു. ഇത്ര നാളായിട്ട് ഇത്ര ഒരു മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടേ ഇല്ല. കാരണം ഇത്ര ആൾക്കാർ വിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വളരെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ എൻ്റെ ലൈഫ് ലോങ് ഉണ്ടായിട്ടില്ല. സോ ഈ ബർത്ത്ഡേ കൊണ്ട് വളരെ സ്പെഷ്യലാണ്. മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് ആയിട്ടുള്ള 2-2.5-3 വർഷത്തെ എൻ്റെ കഷ്ടപ്പാടിന് ഫലം, യൂട്യൂബ് ചാനൽ റീച്ച് ആയതിനുള്ള സന്തോഷം എനിക്കുണ്ട്. അതിന് നിങ്ങളോട് എല്ലാവരും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇന്ന് ബർത്ത്ഡേ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് ആയിരിക്കും ഇന്ന് നമ്മുടെ വ്ളോഗിൽ വരുന്നത്. മാത്രമല്ല കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പുതിയ പാൻറ് ഷർട്ടൊക്കെ എടുക്കണം, താടി ഒന്ന് സെറ്റ് ചെയ്യണം ബർത്ത്ഡേ ആയതുകൊണ്ട്. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല എന്നെ കുറേ ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ട്. അവർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവർ സീരിയൽസിലാണെങ്കിലും അതുപോലെ സിനിമയിലാണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അല്ലാതെയുള്ള ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും വിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഓരോരുത്തർ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പലരും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്ന ആൾക്കാർ തന്നെയാണ്. ആ വിശ്വസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത്, എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ വീഡിയോകളിപ്പം Happy birthday Aditya. God bless you. Happy birthday to you. Happy birthday to you. ഹായ് ആദി, ഹാപ്പി ബർത്ത്ഡേ. ആദിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ആദി ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന ആളാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സോ ഇനിയും 100 ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ കഴിയട്ടെ. സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു അടിപൊളി ലൈഫ് ഇനി മുന്നോട്ടുണ്ടാവട്ടെ. നമ്മൾ ഇത്രയും നാളും ഈ പറയുന്നത് പോലെയുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്നും പുറത്തോട്ടൊക്കെ വന്ന് പോസിറ്റീവ് എനർജി തുടങ്ങിയ ഒരു സമയമാണ് ആദ്യയുടെ ലൈഫിലൊക്കെ ഇപ്പോൾ. അപ്പോൾ അത് മുന്നോട്ട് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. ആദ്യം വിശ്വസിക്കുന്ന ദൈവം എപ്പോഴും ആദ്യയുടെ കൂടെയുണ്ട്. വൺസ് അഗൈൻ വിഷ് യു എ ഗ്രേറ്റ് ഹാപ്പി ബർത്ത്ഡേ. ആദ്യ ലൈഫിൽ മുന്നോട്ട് കൂടുതൽ പ്രൊജക്റ്റുകൾ ഇൻവോൾവ് ചെയ്യണമെന്നും ലൈഫിൽ സക്സസ് ആവണമെന്നും പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ആദ്യം നീ എന്തായാലും അടിച്ചു പൊളിക്കാൻ നിൻ്റെ ബർത്ത്ഡേ. ഇനിയും 100 കൊല്ലം നിനക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും പഠിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ദുആ ചെയ്യുന്നു. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹായ് ആയിരം ബ്രോ, ഇന്ന് ബ്രോയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ പണ്ട് മുതലുള്ള കട്ട ചങ്സാണ്. ബ്രോ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ബ്രോയുടെ ഓരോ വീഡിയോസുകൾ കാണുമ്പോഴും ബ്രോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രോയുടെ ലൈഫിൽ നടന്ന എൻ്റെ എന്ന് തന്നെ പറയാം കാര്യങ്ങളെല്ലാം ബ്രോ തൻ്റെ യൂട്യൂബ് ചാനൽ വഴി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അത്രയ്ക്കൊരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. എന്താ പറയുക, പണ്ട് തൊട്ടേ റീൽസ് ആണെങ്കിലും എന്ത് റിലേറ്റഡ് ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ബ്രോയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ എല്ലാം ക്ലിയർ ആക്കി നമുക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് ആണെന്ന് നൽകുന്ന മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ പേരിലും എൻ്റെ വീട്ടിലെ ഉള്ള ആൾക്കാരുടെ പേരിലും ദൈവത്തിൻ്റെ പേരിലും എല്ലാം ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹായ് ആദി, ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ പ്രിയ സുഹൃത്ത് ആദിത്യന് എൻ്റെ സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അതുപോലെ തന്നെ കുറേ ട്രാജഡി സംഭവിച്ച ഒരു ലൈഫാണ് അവൻ്റേത്. ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫ് വളരെ നല്ല ശാന്തി സമാധാനവും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ നിഖിൽ കുമാർ. ഹായ് ആദിത്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാ നന്മകളും നേരും. ബർത്ത്ഡേ വിഷയത്തിലുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. എനിക്കറിയാം നിങ്ങളെല്ലാം വളരെ ബിസിയേറിയ ലൈഫാണ്, പ്രൊഫഷനും മറ്റു കാര്യങ്ങൾ കൊണ്ട് വളരെ ബിസിയാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു ബർത്ത്ഡേ വന്നപ്പം വിഷ് ചെയ്ത് വീഡിയോ ഇട്ട് തന്നതിന് 1000 നന്ദി. അതുപോലെ നമ്മുടെ യൂട്യൂബിലുള്ള പുതിയ ആൾക്കാരുണ്ട്, നമ്മളറിയാത്ത ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നു, നമ്മൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇതുവരെ എനിക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങളാണ് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മൂല്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് ചെയ്തു. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊക്കെ ഒത്തിരി പേര് വിഷ് ചെയ്തു. ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി, ഹൃദയത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഞാനായിട്ട് കോൺടാക്ട് ചെയ്യും, കുറച്ചേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അവർക്കൊന്നും എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പലർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവരൊക്കെ ഇപ്പോൾ വലിയ പോർഷനിലാണ്. അപ്പം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കുറച്ച് എമൗണ്ട് അയച്ചു. എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും നിൻ്റെ ബർത്ത്ഡേക്ക് നീ ഡ്രസ്സ് എടുക്കണം, എൻ്റെ വകയിൽ നീ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ എന്തായാലും അങ്ങനെ അവർ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഓർത്തിട്ട് നമ്മൾ നേരെ പയ്യൻസിൽ പോയി. നമ്മൾ പൊതുവേ ഈ പയ്യൻസിനാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഈ 2 ഡ്രസ്സാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. ഈ റെഡും ഈ ഒരു കളറുമാണ് സെലക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. കാരണം മറ്റേത് എനിക്ക് അത്രയൊരു സൂട്ടായിട്ട് തോന്നിയിട്ടില്ല, എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഈ 2 ഡ്രസ്സിലിട്ട് ചോപ്പിലും ഈ ഒരു ചെക്കിലും ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ റെഡാണ് പൊതുവേ ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടെ ഇടുമ്പം ഒരു നല്ലൊരു ലുക്ക്, ഒരു എലഗൻറ്റ് ലുക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു റെഡ് ഇടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ആ റെഡ് ഷർട്ട് എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് പോവാണ്. ബർത്ത്ഡേ ആയിട്ട് ഇന്ന് രാവിലെ തന്നെ ചേട്ടൻ ചേച്ചിയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് വേണ്ടി വഴിപാടും കാര്യങ്ങളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എന്നെ വിളിച്ചു, ഞങ്ങൾ അമ്പലത്തിലുള്ള എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും രാവിലെ തന്നെ സുബൈ നിസ്കരിച്ച് വീട്ടിൽ നിന്ന്, അത് കഴിഞ്ഞ് പള്ളി, നമ്മുടെ അടുത്തൊന്നും പള്ളിയില്ല. അപ്പോൾ പള്ളിയിൽ പോയിട്ട് തന്നെ പഠിച്ചവൻ്റെ ഭവനാണല്ലോ പള്ളി. അപ്പോൾ അവിടെ പോയിട്ട് തന്നെ ഒരു നന്ദി പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളി തിരക്കി ഒരുപാട് പോയി. കാരണം ഞാൻ താമസിക്കുന്ന അടുത്തൊന്നും പള്ളിയില്ല. പിന്നെ പത്തനംതിട്ട വന്നു. പിന്നെ നമ്മളിപ്പോൾ പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടൻ ചേച്ചിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എന്നെ സഹായിച്ച എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ജന്മദിനമായിട്ട് പ്രത്യേകിച്ച് എന്നെ വിശ്വസിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് പള്ളിയിൽ പോകുന്നത്. മാത്രമല്ല ബർത്ത്ഡേ ദിവസം നമ്മൾ പള്ളിയിൽ പോയിട്ട് പഠിച്ചുകൊണ്ട് നന്ദി പറയുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. അത് ഏത് മതമാണെങ്കിലും, ഹിന്ദു ആണെങ്കിൽ അമ്പലത്തിൽ പോകും, മുസ്ലിം ആണെങ്കിൽ പള്ളിയിൽ പോകണം, ക്രിസ്ത്യൻ ആണെങ്കിൽ ചർച്ചിൽ പോകണം, ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് പോകണം. ഞാൻ എന്തായാലും പള്ളിയിൽ പോയിട്ട് പഠിച്ചവനോട്, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും ഇത്ര നല്ലൊരു ലൈഫ് എനിക്ക് ഭൂമിയിൽ തന്നതിന് പഠിച്ചവനോട് നന്ദി പറയാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിനെ കണ്ട് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു പോയി. ഞാൻ അങ്ങനെ ഈ പള്ളിയിലൊക്കെ വല്ലപ്പോഴാണ് വരുന്നത്, ഇല്ലെങ്കിൽ എരുമേലി പള്ളിയിലാണ് നിസ്കരിക്കാനൊക്കെ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആരോഗ്യവും ആയുസ്സും നീട്ടിത്തരാനും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതാ നമ്മൾ പള്ളിയിലെത്തിയിട്ട് ഇനി നിസ്കരിക്കാൻ പോവുകയാണ്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട്. അങ്ങനെ 1-2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടനും ചേച്ചിയും അമ്മയല്ലാതെ ഞാൻ നേരത്തെ എനിക്ക് പരിചയമുള്ള ഒരുപാട് കൂട്ടുകാരെ, അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. സ്വന്തം മകനെ പോലെ കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഒരു മകനെ പോലെ എന്നും ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഉമ്മമാരൊക്കെ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം താങ്ക് യു സോ മച്ച്. അതുപോലെ ഒരുപാട് ഇത്തമാർ, ഒരുപാട് അനിയത്തിമാർ, ഒരുപാട് ഇക്കമാർ, ഒരുപാട് അനിയന്മാർ എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, കൂടെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ ഈ ഒരു ബർത്ത്ഡേ ഇത്രയും കളറാക്കി തന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് അത് തന്നെ എൻ്റെ നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. 4 വർഷം മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലകറങ്ങി വീണ് കാലിന് വയ്യാതാകുമ്പോൾ ഞാൻ വിചാരിച്ചു ജീവിതം അവസാനിച്ചു, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ആൺകുട്ടിയല്ലേ, എന്തെങ്കിലും ചെയ്യണം, വരുമാനം എങ്ങനെ ഉണ്ടാവും, എങ്ങനെ മുന്നോട്ട് പോകും, ചേട്ടനും ചേച്ചിയമ്മയും ബുദ്ധിമുട്ടിക്കണ്ടേ എന്നൊക്കെ കുറിച്ച് മനസ്സ് ഒരുപാട് പ്രയാസപ്പെട്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ നേരത്തെ ഒരു ആങ്കറിങ് ഒരു ടെലിവിഷൻ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്വകാര്യ ചാനൽ, ട്രിവാൻഡ്രം ഒരു സ്വകാര്യ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മൂവിയുടെ റിവ്യൂ ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചതില്ല, എനിക്കിങ്ങനൊരു കഴിവില്ല, അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ എന്നെ അംഗീകരിക്കുമായിരിക്കാം എന്നൊക്കെയുള്ള, പിന്നെ ഒരുപക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്നതിനൊക്കെ നല്ലതല്ലേ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഞാൻ നാട് വിട്ട് വർക്കല തെരുവിൽ ഒറ്റയ്ക്ക് ആ കടപ്പുറത്തിരിക്കുമ്പോൾ പല ചിന്തകളായിരുന്നു. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകും, ആരെൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിലൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം.
എൻ്റെ ബർത്ത്ഡേ ഇത്രയും കളറാക്കി തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് ഈച്ച് ആൻഡ് എവ്രി വൺ താങ്ക് യു സോ മച്ച്. എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് പറയാണ്. തുടർന്നും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എൻ്റെ വ്ളോഗ് പലതും കണ്ടിട്ടുണ്ടാവും, ഇനിയും കാണാത്ത ഒരുപാട് വ്ളോഗ് ഉണ്ടാവും. എൻ്റെ സ്റ്റോറി അല്ലാത്ത വേറെ പല വ്ളോഗും ഉണ്ട്. ആ വ്ളോഗെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ കാണാത്ത ഒരുപാട് വ്ളോഗ് ഉണ്ടാവും. ആ വ്ളോഗെല്ലാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ മാക്സിമം എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലല്ലേ, ഞാൻ മുന്നോട്ട് തന്നെ പോവാണ്. ഗൈസ്, ചേട്ടൻ അങ്ങനെ ബർത്ത്ഡേ കേക്ക് വേണം. അപ്പം നമുക്ക് ചേട്ടൻ ബർത്ത്ഡേ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ബേബി നീ നിന്നെ എടുക്ക, ബേബി പോക്കോ, ബേബി നീ നിന്നെ എന്നാ താങ്ക് യു. പുറത്തരം എന്നാ ബേബിക്കുന്നു, ബേബി ഞാൻ മുന്നിട്ട് കൊടുക്കുക. അപ്പൊ അതാ കൊടുക്കുക. ഇത് കണ്ടോ, എന്നെ പിടിക്കേ, ഇതുണ്ടോ അടിപ്പരിപ്പുണ്ട്. മതി, ഞാൻ പിടിക്കാം, ഞാൻ മുറിയാം. കട്ട് ചെയ്തോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു, ബൈ ബൈ, പ്ലും.